അയ്യോ അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പം ഞങ്ങൾ പുറത്തു പോകട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞില്ലേ കന്നിട്ടും ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ടെന്ന്, ഓരോ കൂടെയായിട്ടാണ് പോണത്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ. നമ്മൾ ചിലപ്പോൾ മാളിലൊക്കെ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഞാൻ അതിന് മാത്രം ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഉള്ള ഡ്രസ്സിലിട്ട് പോവാണ്. ഞാൻ ആകെ കുറച്ച് ഡ്രസ്സേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതും പിന്നെ ഞാൻ വന്ന സമയത്ത് ഇട്ടതൊക്കെ പുതിയതാട്ടോ. അത് പുതിയതാ. അപ്പോൾ ഇതൊരു പെരുന്നാൾക്ക് എടുത്താട്ടോ. എനിക്ക് ഇതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണോ. അപ്പോൾ ഓരോടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ. ഓക്കെ, മെയിൻ ഗേറ്റ് കൂടെ ഇട്ടോ പോകുന്നത്. വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ. അപ്പോൾ ഞാൻ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ പോട്ടെ, അതിലിറങ്ങാം. ഒരു മിനിറ്റ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഫ്ലാറ്റ് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ള ഫ്ലാറ്റാട്ടോ. അപ്പോൾ മുത്തുമണികളെ, ഇവിടെ അധികം ഞാൻ കണ്ടത് കേട്ടോ ബെഡ്ഷീറ്റ്, പില്ലോ കവറ്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല കേട്ടോ, എല്ലാതും ഉണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ കണ്ടത് ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ. നമ്മളൊരു വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, ബെഡ്ഷീറ്റ്, പിന്നെ അതുപോലെ പില്ലോ കവറ്, പിന്നെ അതുപോലെ സോഫേൻ്റെ കവറ്, അങ്ങനത്തെ ഒരുപാട് സെലക്ഷനുള്ളത് കണ്ടു കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ ഇതൊക്കെ പില്ലോൻ്റെ കവറാട്ടോ, ബെഡിൻ്റെ. മുത്തുമണികളെ, ഞാനിവിടെ എത്തിയിട്ടോ. ഇപ്പം ഇവിടെ സമയം നോക്കട്ടെ, 11-12 ആവാനായി. നമ്മൾ ലേഡീസിന് സേഫായിട്ട് നടക്കാം കേട്ടോ, നമ്മളെ ഈ സൗദി അറേബ്യ പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടോ. ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ ഞാനും ഇവരെല്ലാവരും അവിടെ പോകും, മാൾക്ക് പോകും. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പോയിട്ട് കിടന്നുറങ്ങട്ടെ. ഫുഡ് കഴിച്ചു കേട്ടോ, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നാളെ കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടോ. രാവിലെ പറഞ്ഞാൽ 7:55 ആയിട്ടോ. നമ്മൾ സുബഹിസ്കരിച്ചിട്ട് അങ്ങനെ കിടന്നേനു. അപ്പോൾ ഞാൻ കറിയിട്ട് ഫ്രണ്ടിട്ട് വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഓരോ താത്ത എന്തോ ഫുഡ് ഉണ്ടാക്കണേ പോയി നോക്കട്ടെ. ഉപ്പുമാവ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. പിന്നെ ഞാൻ വീട്ടിലൊക്കെ വിളിച്ചു കേട്ടോ. ഇക്കാരെ വിളിച്ച്, കുട്ടികളെ വിളിക്കാൻ പറ്റിയില്ല കാരണം അവർ സ്കൂളിൽ പോയിട്ടുണ്ട്. ഇനി അവർ വന്നിട്ട് വിളിക്കും. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകും കേട്ടോ, ലുലു മാളിലൊക്കെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്ളോഗൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. നമുക്ക് എന്താ താത്തിട്ട് ഉണ്ടാക്കണത് നോക്കാം. ഞാൻ കിടന്നത് ഈ റൂമിലാട്ടോ, അവിടെ ആ വീട്ടിലാട്ടോ ഞാൻ കിടന്നേ. ഉപ്പുമാവാണ് ഇട്ടത് ഉണ്ടാക്കണേ. അപ്പോൾ നല്ല അടിപൊളി പാൽ ചായയൊക്കെ താത്ത തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ചായയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ചായ. പണികളെ എന്ന് ഉപ്പുമാവാട്ടോ. ഉപ്പുമാവ് താത്ത ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്ത് തരട്ടേറപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പാൽ ചായ കുടിക്കാം കേട്ടോ. എനിക്ക് പാൽ ചായ ഇഷ്ടമാണ് വെച്ചാൽ ഇഷ്ടമാണ്. പിന്നെ അതിന് കട്ടൻ ചായ കുടിച്ചിട്ട് കേട്ടോ. ഇവിടുത്തെ പാലെല്ലാം രസം കേട്ടോ. അൽമറായി പറഞ്ഞിട്ടുള്ള പാലാണ്. അടിപൊളി, നല്ല ടേസ്റ്റ്, നല്ല കട്ടി ഉണ്ടാവും. പിന്നെ സൂപ്പറാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നല്ല. ഇവിടെയൊക്കെ നല്ല പാലൊക്കെ ആണെങ്കിലും എന്താണെങ്കിലും ഐസ്ക്രീം അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും ഒക്കെ ഫ്രഷ് ആയിട്ടാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എന്തൊക്കെ ചേർക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അടിപൊളിയാണ്. പിന്നെ അതേപോലെ എത്ര രാത്രി നട്ടപ്പാതിരക്കാണെങ്കിലും നമുക്ക് പെണ്ണുങ്ങൾക്ക് റോഡിൽ കൂടെ ഇറങ്ങി നടക്കാം കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയാണ്. കാരണം ആരും പേടിക്കേണ്ട ആവശ്യമില്ല.
സേഫാണ്. നമ്മൾ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നലെ അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടിപൊളിയാണ്. പിന്നെന്താണ് വിശേഷം? ഞാനിവിടെ വന്നിട്ട് നാട്ടിലെ വേറെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് മെലിഞ്ഞോണു. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്, മറ്റേ ക്ഷീണിച്ചോ മെലിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മെലിഞ്ഞിട്ടുണ്ട്. ഞാൻ 46 കിലോനോ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. 50 കിലോനോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇല്ല, ഒക്കെ പോയി, തടിയൊക്കെ പോയി. പിന്നെന്താ വിശേഷം? ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവാണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ പച്ച ബീൻസ്, ക്യാരറ്റ്, ഇഞ്ചി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഇരുന്ന് കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ചായ പറയണ്ട, അൽമറായിൻ്റെ പാലാണ്. അടിപൊളി സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമ്മളെ നാട്ടിലത്തെ അപേക്ഷിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പാല്, ഐസ്ക്രീം, ജ്യൂസ് അതിനൊക്കെ നല്ല വെറൈറ്റി ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഞാനിനി ഉപ്പുമാവ് വയറ്റിലാക്കട്ടെ കേട്ടോ. പിന്നെ ചായ പൊടിയും ഉപ്പുമാവ് കഴിക്കലൊക്കെ കഴിഞ്ഞ് താത്ത മന്തി ഉണ്ടാക്കണം കേട്ടോ. അവരുണ്ടാക്കണ മന്തി വേറെ മോഡലാട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കന് ഇങ്ങനെ പൊരിച്ചിട്ട് പിന്നെ വെക്കണം കേട്ടോ. ഞാൻ വെക്കണ വേറെ രീതിയിലാണ്, ഇവർ വെക്കണ വേറെ രീതിയിലാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും രസമുണ്ട്, കഴിക്കാനും രസമുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കേട്ടോ, ചോറ് തീമിടാൻ വേണ്ടിയിട്ട്. മന്തി ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. ചിക്കൻ മന്തിയാണ്, ചിക്കൻ മന്തി ഉണ്ടായിക്കൊണ്ടിരിക്കണം. താത്തയൊക്കെ ഉണ്ടാക്കുന്നത്. ചെരുപ്പാട്ടോ, പെരുന്നാക്ക് ഇട്ടാട്ടോ. ഇതാണ് ഇതിൻ്റെ ചെരുപ്പ്. ഇഷ്ടമായ ഗൈസ്, ലെഗ് വിളങ്ങിട്ടില്ലേ കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ ചെരുപ്പ്. ഇവിടെ ഉള്ളിൽ തന്നെയാണ് ചെരുപ്പ് ഉപയോഗിക്കുക. അല്ല, ചെരുപ്പ് ഊരുക, പുറത്തൊന്നും ഇടൂല, ഉള്ളിൽ തന്നെയാണ് ഇടുക. പിന്നെ വെള്ളത്തിൻ്റെ ക്യാനാളാട്ടതൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതിൽ ഈ 3 കഴിഞ്ഞു പോകണം വെള്ളം, ബാക്കി 2 ഉള്ളൂ. അത് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ. അങ്ങനെ മന്തിയൊക്കെ റെഡിയായി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ചെറിയ ലീഫ് മയോണൈസ്, പിന്നെ തക്കാളി ചട്നി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 7up പോലത്തെ വേറൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. താത്ത എല്ലാവർക്കും വിളമ്പി തരുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ തിന്നാനൊക്കെ തോന്നി. ഇപ്പോൾ ഇന്ന് തിന്നാനും ബോധ്യമുണ്ട്.
ഫുഡ് കഴിച്ചതിന് ഇരിക്കാട്ടോ. ഇനി കുറച്ചുകൊണ്ട് പുറത്ത് പോകും കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ വേണ്ടി നിൽക്കാട്ടോ. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഡ്രസ്സ് ഊരിയിട്ട് മറ്റേ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ മാറ്റി ഞങ്ങളൊക്കെ പോവുകയാണ്. ഞാൻ താത്താൻ്റെ മോനില്ല കേട്ടോ. മോന് നാട്ടിൽ പോകാൻ നിൽക്കുമ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ലുലുമാളിലെത്തിയിട്ട് ബാക്കി വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലുലുമാൾ പോകാട്ടോ. ഓക്കെ, ഞങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പോവാ. ഇത് കാക്കാൻ്റെ മോളാട്ടോ. കാക്കാൻ്റെ മോളാണത്. ഓൾക്ക് ഭയങ്കര മടിയാണ്. ഓള് എന്താ പറയുക, പടത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകണ്ട. നാട്ടിൽ നിന്ന് അങ്ങനെ ഇടില്ല കേട്ടോ. പെരും വെയില്, പെരും വെയിലാ, ഭയങ്കര വെയിലൊക്കെ ഭയങ്കര വെയില്. ഇത് എനിക്ക് ഇവർ വാങ്ങിച്ചു തന്നെ കേട്ടോ, ഹാൻഡ് ബാഗ്. അവർ വാങ്ങിച്ചു തന്ന ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഞാൻ കയറട്ടെ. ഓക്കെ, നമുക്ക് പോകാം. പിന്നെ വൈഫും കാക്കയും മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ അണ്ടർഗ്രൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടോ, ലുലുമാളിൻ്റെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ ലുലുമാളിൻ്റെ അണ്ടർഗ്രൗണ്ടില്ലേ അവിടെ എത്തിയാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ, അവിടെ എത്തിയിട്ടോ. ഇവിടുന്ന് അങ്ങനെ പോവാണ്, അങ്ങോട്ടേക്ക് പോവാം, മാളിൻ്റെ ഉള്ളിലേക്ക് പോവാം. അവിടെ വണ്ടി കാറ് പാർക്ക് ചെയ്ത് നേരെ പോകും. എല്ലാവരും ഉണ്ട്. ഡോറ് ക്ലോസ് ആവട്ടപ്പോൾ എക്സ്കലേറ്ററിൽ കയറേണ്ടി വരും. അപ്പോൾ കേസ് ഞങ്ങൾ എക്സലേറ്ററിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മെയിനായിട്ട് ലുലുമാളിൽ പോണത് കാക്കാൻ്റെ മോക്ക് സ്വർണത്തിൻ്റെ കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ കൂടെ ഞാനും പോയി. പിന്നെ എനിക്ക് സാധനം വാങ്ങിക്കാണ്ടേനു. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളങ്ങനെ ലുലുമാളിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിലാട്ടോ കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മോക്ക് കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കണം. ഇവിടെ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നുന്നത്, അറിയില്ല. ജ്വല്ലറി അല്ലേ. റാണിക്ക് സ്വർണ്ണമൊക്കെ എടുത്തിട്ടോ, കമ്മലെടുത്തു. ആ സ്വർണത്തിൻ്റെ വില കേട്ടപ്പോൾ നെട്ടി കഴിച്ചു ഞങ്ങൾ. അപ്പോൾ ഇനി വേറെ എവിടേക്കൊക്കെ പോയിക്കൊണ്ട് നിൽക്കണം. പിന്നെ ഞാൻ പറയണ്ടല്ലോ, പെർഫ്യൂം ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. സൺഗ്ലാസ് ഒരുപാട് ഐറ്റംസ് ലുലുമാളുണ്ട് കേട്ടോ. നമ്മളെ MA യൂസഫലിൻ്റെ ലുലുമാളാണ്. പക്ഷേ യൂസഫലിനൊന്നും കാണാൻ പറ്റിയില്ല. കുറേ സാധനങ്ങൾ കണ്ടു, ഒക്കെ കണ്ട് അടിപൊളിയാണ്. ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി എൻ്റെ മക്കൾ കാണുമ്പോൾ അവരൊക്കെ എന്താ പറയാമെന്നറിയില്ല. ഞാനത് കണ്ടപ്പോൾ എന്നോട് കാക്ക പറഞ്ഞു കേട്ടോ, കാക്കൻ്റെ അകത്തൊക്കെ പറഞ്ഞു വീഡിയോസൊക്കെ എടുത്തോ പറഞ്ഞു. ഇത് ഇവിടുത്തെ മറ്റേ ബാത്റൂം ടിഷ്യൂ കേട്ടോ. പിന്നെ മിക്സി, പിന്നെ അരി, ടെഡി ബിയർ, അങ്ങനത്തെ സോഫ്റ്റ് ടോയ്സുകളില്ലേ, അതൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഞാനിനി പറയണില്ല, അതിൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾ കണ്ടോളി കേട്ടോ.
എനിക്ക് ഈ ബാഗ് നല്ല ഇഷ്ടമായിട്ടോ. ഈ ഒരു ബാഗ് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അതിൻ്റെ റോസ് ഗോൾഡ് ഉണ്ട്, നേരത്തെ കാണിച്ചെന്ന ഗോൾഡ്, അതിൻ്റെ വൈറ്റ് രസമല്ലേ കാണാൻ. ഇതിൻ്റെ റിയാൽ എത്ര? ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. $69. അപ്പോൾ നല്ല റേറ്റാണ്. പിന്നെ ഇതാ ബ്രേസ്ലെറ്റ് ആട്ടോ. അതൊക്കെ അല്ല, ബ്രേസ്ലെറ്റ് അല്ല, സോറി, ചെറിയ തെസ്ബി മാലയാണ്. പിന്നെ ഇതാ അങ്ങനത്തെ മോതിരം, കമ്മൽ, പിന്നെ അങ്ങനത്തെ ക്ലിപ്പ്. മാളല്ലേ, ഇപ്പം എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അത്യാവശ്യം നല്ല വലിയ മാളാണ്, ലുലു മാളാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല റേറ്റാണ്. എനിക്ക് ഈ കമ്മലെല്ലാം ഇഷ്ടമായിട്ടോ, ഈ മഞ്ഞ. നല്ല രസമുണ്ട്. ഇതിൻ്റെ റേറ്റ് എത്ര അറിയോ? ഇതിൻ്റെ റേറ്റ് എത്ര? നല്ല രസമുള്ള കമ്മലാളാ. പിന്നെ ഇത് നല്ല രസമുണ്ട്. പിന്നൊക്കെ കുഴപ്പമില്ല. പിന്നെ വെസ്റ്റേൺ മോഡല് ജുംക്കാണ് ഇട്ടത്. വെസ്റ്റേൺ മോഡലാണിത്. ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാത് തൂങ്ങും. ഇതൊക്കെ വെസ്റ്റേൺ മോഡലാണ്, നല്ല രസമുണ്ട്. അതിലൊരുപാട് മോഡലാണ് കേട്ടോ. ഇത് പീക്കോക്കിൻ്റെ മോഡല് കണ്ടോ, പീക്കോക്ക് മോഡല്. പിന്നെ ഇത് വേറെ മോഡലാണ്, ട്രെൻഡിങ് തന്നെയാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണിത്. ഗോൾഡിൽ ഇതൊക്കെ നിങ്ങൾ ഇടുക, ഇതൊന്നും ഞാൻ ഇടില്ല, ഇതൊക്കെ നല്ല ഓവറാണ്. പിന്നെ ബാങ്കിളുണ്ട് കേട്ടോ, ബാങ്കിൾ സെറ്റുകളുണ്ട് ഗോൾഡിൻ്റെ മോഡല്. അങ്ങനത്തെ പല ഐറ്റം ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കുള്ളതൊക്കെ ഉണ്ട്. ഇത് ചെറിയ കുട്ടികൾക്കുള്ള കേട്ടോ. പിന്നെ അതിൽ തന്നെ അങ്ങനത്തെ വരുന്നുണ്ട്. ഈ കമ്മലെല്ലാം രസമുണ്ട് കേട്ടോ. ഈ സംഭവം എന്താ അറിയോ, ജുംക്കയും പിന്നെ അതിൻ്റെ കൂടെ മാട്ടി വരില്ലേ, ആ ഒരു സാധനമാട്ടത്. നല്ല രസമുണ്ട്. ഇതൊക്കെ നല്ല സെറ്റ് സാരിൻ്റെ കൂടെ കാണാം, അടിപൊളി. പിന്നെ ഇത് മാലയും കമ്മലും നെറ്റിച്ചൂട്ടും സെറ്റായിട്ട് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ നല്ല ഹെയർ ബാൻഡുകൾ, നല്ല രസമുണ്ട്. ഇൻഷാ അള്ളാ അതേപോലത്തെ റിസമോക്ക് വാങ്ങണം ഇൻഷാ അള്ളാ. അപ്പോഴല്ല പിന്നെ ഇവിടെ ഇതത്ര വലിയ വെയിറ്റ് ഇല്ല കേട്ടോ. ഇത് വെയ്റ്റ്ലെസ് ആണ്, വെയ്റ്റ്ലെസ്, തീരെ വെയിറ്റ് ഇല്ല. പിന്നെ ഇതൊന്നും തീരെ വെയിറ്റ് ഇല്ല കേട്ടോ, തീരെ വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളാണ്. നമുക്ക് കാണാനല്ലോ കേട്ടോ, വാങ്ങാൻ പറ്റില്ലല്ലോ, പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങൂല. ഇവിടെയൊക്കെ പെരും വിലയാണ്. പിന്നെ ബാഗൊക്കെ എനിക്ക് മറ്റേ ബാഗെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ, കല്ലിൻ്റെ ബാഗ് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായി. ഈ മാല ഉണ്ടോ, നല്ല രസമല്ലേ, ഇപ്പോഴത്തെ മോഡലല്ലേ ഇതൊക്കെ. പിന്നെന്താ കോമ്പ്, പിന്നെ
ഇതൊക്കെ പെർഫ്യൂമാണ്, പൗഡർ, പെർഫ്യൂം. ഇത് സാമ്പിൾ നോക്കണല്ലേ? അവിടെ എന്തോ കണ്ടേ? ഹെയർ ഓയിൽ ഒഴിക്കല്ലേ? പിന്നെ താത്താക്ക് ഹെയർ ഓയിൽ, അങ്ങനെ എണ്ണ, പിന്നെ കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഓർക്കും വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെർഫ്യൂമൊക്കെ അടിച്ചു നോക്കി, പിന്നെ ഡവിൻ്റെ ക്രീം, നിവ്യേൻ്റെ ക്രീം എല്ലാം ഉണ്ട് കേട്ടോ. പെർഫ്യൂം അടിപൊളിയാട്ടോ മക്കളെ, എന്താ പറയുക, നല്ല സ്മെല്ലുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ സ്മെല്ലുണ്ട് കേട്ടോ. പറമ്പിൽ അന്ന് തലയൊക്കെ നനച്ച് കുളിച്ചത്, എന്നിട്ടും നല്ല മണമുണ്ട്. പെർഫ്യൂമിൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ല. $18.95 അങ്ങനെ എന്തോ ആട്ടോ, വലിയ എനിക്കറിയില്ല. അവിടെ നോക്കിയാൽ അറിയാം. വില്ലിൻ്റെ അവിടെ വയസ്സ്. ഇവിടെ അടിപൊളി ചോക്ലേറ്റുകളൊക്കെ ഉണ്ട്. വെള്ളം നിറക്കുക, നമ്മൾ കൊതി ഊറുക എന്നല്ലാണ്ട് വാങ്ങാനുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിലില്ല. ഫെറാറോ ഉണ്ട്, റാഫലുണ്ട്, വയസ്സ് ഇത് പോലെയാണ്, ഓറിയുണ്ട്, ഒരുപാടുണ്ട്. പിന്നെ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഇത് കോയിൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ മിഠായി കിട്ടും കേട്ടോ. പക്ഷെ കോയിനൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങില്ല. പിന്നെ നമ്മളങ്ങനെ തിരിച്ച് പോവാട്ടോ. പിന്നെ ഇനി നേരെ പോവാം. ഞാൻ അവിടുന്ന് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോട്ടോ. ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കേട്ടോ. ഇത് ഓഫറിൽ കിട്ടിട്ടോ. ഈ സാനിറ്ററി പാഡ് $20. $20 പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ $400 ഉണ്ട്. പക്ഷെ അത് ഇവിടെ കുറവാണ്, ഓഫറാണ്. ഞാൻ $50 കൊടുത്തപ്പോൾ ബാക്കി $30 ഇങ്ങോട്ട് തന്നു. അപ്പോൾ $20 അല്ലേ? ആ അതാ. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്, പുറത്തിറങ്ങിയാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ കാറിൽ കയറട്ടെ. അപ്പൊ നമ്മള് പുറത്ത്. അപ്പൊ കൈസ് ഇവിടെ പാർക്കുണ്ട്. പിന്നെ എന്താ ബീച്ച് സൈഡത് പാർക്കുണ്ട്. അപ്പൊ പാർക്കിലവിടെ നിന്നാണ് ജസ്റ്റ് പാട്ടൊക്കെ പാടാതിട്ട് ഇങ്ങനെ കേട്ടോ. ഓക്കെ, ബിൽഡിങ് കണ്ടില്ല നിങ്ങള്? നല്ല ചൂടാ, പെരും ചൂടാ. ഇവിടുന്നൊക്കെ വീട് എടുക്കാട്ടോ, പക്ഷെ കാണാൻ പാടില്ല ആളുകളൊന്നും. ഞാൻ ഇത് കാക്കാൻ്റെ മൈക്കാട്ടോ, കാക്കാൻ്റെ ഫ്രണ്ടിൻ്റെ മൈക്കാണ്. മൈക്കൊക്കെ വെച്ചുകൊണ്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനത്തെ മൈക്ക് കുറേ ആൾക്കാരുടെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല. വാങ്ങണം, നല്ല റേറ്റ് ഉണ്ട്. ഇതുണ്ടോ മൈക്ക്? ഓ, ആൾക്കാരെ രസമുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പാർക്ക് വരുന്നത്. ഇതാണ് ചെറിയൊരു പാർക്കാണ്. അപ്പോൾ ഞാൻ മൈക്കിട്ട് ഞാൻ കാക്കാൻ്റെ ഫോണിൽ പാട്ട് പാടും, എന്നിട്ട് ഇന്ത്യക്ക് സെൻഡ് ചെയ്ത് തരാറുണ്ടോ. കാരണം എൻ്റെ ഇതിൽ അതിൻ്റെ അഡാപ്റ്റർ കണക്റ്റ് ആവണില്ല. അതിൻ്റെ ഫോണിന് കുത്തിവെക്കണ ഒരു സാധനം ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ അടപ്പ് പോലെ സംഭവമുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് എനിക്ക് കുത്താൻ പറ്റണില്ല. അപ്പോൾ ജ്യൂസ് ഒരു വാങ്ങിച്ചാട്ടോ, നല്ല രസമുണ്ട്. നല്ല കാറ്റും ഇളം ചൂട്. ഇപ്പോൾ ചൂട് കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. വേസ്റ്റ് നമ്മൾ നാടത്തെ പോലെ നിലത്തിടാൻ പറ്റില്ല.
വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ഇത് കണ്ടോ. ഓക്കെ, അപ്പോൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല കാറ്റും ഇട്ട് കണ്ടോ ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ഇത്ര തന്നെ ഉള്ളു കേട്ടോ വീഡിയോ. ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ആക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എടുക്കാൻ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.